പണ്ട് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കണ്ടവരെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഫിസിക്കൽ, അതെ, അവരുടെ ഫീലിങ്സ് ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ ലവ് ചെയ്യുന്നവരൊക്കെ ബാങ്ക് ബാലൻസ് നോക്കും, എത്ര കാശുണ്ട് അവരുടെ കയ്യിൽ, അവർക്ക് മന്ത്ലി ഇൻകം ഉണ്ടോ, മിനിമം മോട്ടോർ ബൈക്ക് ഈ സ്റ്റാൻഡേർഡ് ഉള്ളതാവണം, മിനിമം കാർ ഇന്നതൊക്കെ ആവണം, വീട്ടിലൊക്കെ ഇന്ന് ഫെസിലിറ്റി വേണം, ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ പണ്ടത്തെ തലമുറയെക്കാളും ബ്രൈറ്റും ബ്രില്യൻറ്റും എക്സ്ട്രാ ഓർഡിനറിലി മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉള്ളവരാണ്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, ഒരു ചെവിയിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും, മറ്റേ ചെവിയിൽ അമ്മ പറയുന്ന വഴക്ക് കേൾക്കാൻ പറ്റും, അതേ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും. കുട്ടികളോട് ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവണം, നിങ്ങളുടെ ഗോൾ എന്താണ് എന്ന് സാധാരണ ചോദിക്കും. പൊഡിയാട്രിക് പഠിക്കണം. പൊഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല, അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇന്ന് ഒരു 8 മണിക്ക് ഒരു ടീനേജ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന, 11ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിലേക്ക് ഒരു 8-8:30 കയറി വരുമ്പോൾ, പണ്ടാണെങ്കിൽ അച്ഛൻ മടിയും കൊണ്ട് നിൽക്കും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചോദിക്കും എന്താടി താൻ ലേറ്റ് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. കയറി വരുമ്പോൾ തന്നെ ആ മകള് ചിരിച്ചുകൊണ്ട് പറയും, അച്ഛനോട് ഞാൻ ഇന്നൊരു സിനിമക്ക് പോയി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അത് വളരെ കൂളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പാരൻസ് ഇന്നുണ്ട്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ കൾച്ചർ മാറി, അവർക്ക് കുറച്ചും കൂടി സേഫാണ്, മക്കൾ അവരെ തന്നെ നോക്കുന്നൊരു പ്രായം വന്നു. പണ്ട് മച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒന്നാമത് ഏർലി മാരേജ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ളൊരു കാലം എന്ന് പറയുന്നത് ചിലപ്പോൾ 10-20 വയസ്സായാലും ആൾക്കാർ മച്യൂർഡ് ആണെന്ന് തീരുമാനിച്ചിട്ടില്ല. കാരണം പാരൻസ് വിൽ ഹാൻഡ് ഓവർ ദം ടു ദർ ഹസ്ബൻഡ്സ്. അങ്ങനെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോരാളും ചെറുപ്പത്തിൽ തന്നെ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ അവർക്കറിയാം, എവിടെ പോകണം എന്നറിയാം. വഴിതെറ്റിപ്പോകുന്ന കുറേ പേരുള്ള സ്ഥലം കേരളം എന്ന് എനിക്കറിയാം, അറിയാണ്ടല്ല ഞാൻ. പക്ഷേ 80% ഓഫ് ആൾക്കാരും സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം ഇന്ന് കേരളമാണ്. ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ കൂടി വരുന്നതായിട്ടാണ് ഡോക്ടറിന് തോന്നുന്നത്? അതോ ഈ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് സമയം നമ്മളുടെ എടുക്കുന്നുണ്ടോ? ഈ നമ്മളുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു പോകുന്നുണ്ടോ? കാരണം ഇപ്പൊ ഏത് വീട്ടിൽ പോയാലും അച്ഛനും അമ്മയും അവരെല്ലാവരും ഫോണിന്റെ മുമ്പിൽ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ അധികം കണ്ടുവരുന്നത്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു അതിൻ്റെ ഒരു കാരണം മാത്രമല്ല, കോമ്പറ്റിറ്റീവാണ്. കുട്ടികൾ വളരെ സമയമില്ലാത്തവരായി മാറി. കാരണം ഒരു 8ാം ക്ലാസ് കഴിയുന്നത് വരെയെങ്കിലും നമ്മൾ പണ്ട് കളിച്ച് നടന്നിരുന്നൊരു കാലമാണ്. ഇതൊന്നും 8ാം ക്ലാസ് വരെയൊന്നും ആരും പഠിച്ചിട്ടുണ്ടാവില്ല. 9ാം ക്ലാസ് 10ാം ക്ലാസ് വരുമ്പോഴേ സീരിയസ് ആവാറുണ്ട്. ഇന്ന് LKG മുതൽ ട്യൂഷനും, ക്ലാസ് കഴിഞ്ഞാൽ നേരെ ട്യൂഷൻ സെൻ്ററുകൾ, പാരൻസ് മിക്കവാറും വർക്കിംഗ് പാരൻസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലാണ്ടായിരിക്കും. ആ തീരെ ഇല്ലാണ്ടായി എന്നുള്ള ബോധം പാരൻസിനുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ട്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമക്ക് പോയാൽ കുഴപ്പമില്ല എന്ന് അവർ തീരുമാനിച്ചത്. അപ്പോൾ പാരൻസിനും അവരുടേതായ ഒരു ലോകം, കുട്ടികൾക്കും അവരുടേതായ ഒരു ലോകം. നിനക്ക് നിന്റെ ലോകം, എനിക്ക് എൻ്റെ ലോകം, നമുക്കുള്ളൊരു ലോകം എന്ന് പണ്ട് കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ നമുക്കൊരു ലോകമില്ല. ഫാമിലികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വല്ലാണ്ട് പോയിരിക്കുന്നു. അതാണ് ഒന്നാമത്. ഇപ്പം ഏത് പ്രായത്തിലുള്ള ഒരാളായ 10-20 വയസ്സായി, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു, എവിടെയെങ്കിലും ജോലി തുടങ്ങി, അവിടുന്ന് എവിടെയെങ്കിലും ഒരാൾ കുറച്ചൊരു സ്നേഹം കാണിക്കുന്ന സമയത്ത് അന്യോന്യം ഇടപെടാനും അവർ തമ്മിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനും, ചിലപ്പോൾ നേരായ പാതയിലൂടെ പോയിരുന്നവരെ വഴി തെറ്റി എന്ന് നമ്മൾ പറയുന്ന വഴി നമുക്കറിയില്ല, അതാണോ നല്ല വഴി നമുക്കറിയില്ല. പക്ഷെ സാധാരണ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ജെന്യൂൻ ആയിട്ടുള്ളൊരു പാതയിൽ നിന്നും അവർ മാറിപ്പോയി ചിലപ്പം ഡ്രഗിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലിക്കർ അടിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നുണ്ടാവും. അതൊന്നും തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മളെ അവർ ഭരിക്കുന്ന ഒരു കാലത്തേക്ക് പോകുന്നൊരു സ്ഥലത്തേക്ക് സിനിമ കാണുന്ന തെറ്റല്ല. ഞാൻ ഇഷ്ടംപോലെ സിനിമ കണ്ടിട്ടുള്ള ആളാണ്. പക്ഷെ അത് മാത്രമാണ് ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട് നമ്മുടെ നോർമൽസിയിൽ നിന്ന് മാറി അഡിക്ഷനിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് വ്യത്യസ്തമായ അഡിക്ഷനിലേക്ക് പോകുന്നത് ഫാമിലിയുടെ ഒരു ഇൻട്രാക്ഷൻ വളരെ കുറയുന്നതുകൊണ്ടാണ്. 100% കറക്റ്റാണ്. അപ്പം നമ്മളെ കൺട്രോൾ ചെയ്യുന്നതല്ല നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നത്. ആ ഡയറക്റ്റ് ചെയ്യുന്നത് കുറേ കാലത്തെ പരിചയസമ്പന്നരായിട്ടുള്ള, നമ്മൾ മച്യൂർഡാണ്, മുതിർന്നവരാണ് എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും മാറുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഡോക്ടർ പറഞ്ഞൊരു വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യം, കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ലോകം, പാരൻസിന് അവരുടേതായിട്ടുള്ള ലോകം. പക്ഷെ ഒരുമിച്ചൊരു ലോകം എന്ന് പറഞ്ഞ സംഗതി ശരിക്കും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തെ ഒരു കാര്യം, സാർ ഡോക്ടർ നേരത്തെ പറഞ്ഞത് ഈ ഭരിക്കുക എന്നുള്ള സംഭവം. നമ്മളൊരാളെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മളെ ഭരിക്കും എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മളൊരാളെ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ഏതെങ്കിലും രീതിയിൽ നമ്മളൊരാളെ ഏതെങ്കിലും രീതിയിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും തിരിച്ചിങ്ങോട്ട് അവർ നമ്മളിലൊരു ആധിപത്യം, ഒരു ഭരണം ഉണ്ടാവുന്നതാണ്. പണ്ടൊക്കെ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടം, എന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞാൻ അച്ഛനെ അമ്മേനെ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഭരണത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ഞാൻ.
പക്ഷെ ഇപ്പോഴത്തെ തലമുറനെ അങ്ങനെ ഭരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. അത് ആശ്രയത്വം കുറയുന്നതുകൊണ്ടാണോ? എന്താണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം? കാരണം കൂടുതൽ സ്വാതന്ത്ര്യം പുതിയ തലമുറ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. ഈ ഭഗവത്ഗീതയിൽ സാധാരണ എല്ലാവരും പറയുമ്പോൾ സജി ഭഗവത്ഗീതയുടെ റെഫറൻസ് ആണല്ലോ എപ്പോഴും പറയാറ്. ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ അറ്റാച്ച്ഡ് ആവരുത്, ഡിറ്റാച്ച്മെന്റ് ആണ് എന്നാണ് പലരും പറയാറ്. അതെ. താങ്കളടക്കം അങ്ങനെ പറയും. ഞാൻ അതിനെ എതിർക്കുന്ന ഒരാളാണ്. കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബന്ധനം എന്നുള്ളത് അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും അല്ല, അത് ബോണ്ടേജ് ആണ്. ബോണ്ടേജ്. ഓക്കെ, ഞാൻ എൻ്റെ പാരൻസുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഈ ബോണ്ടേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസിയാണ്. ആ ഡിപ്പെൻഡൻസി ഇല്ല എന്നെനിക്ക് തോന്നുന്നൊരു കാലം അത് പണ്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളൊരു ബോധം എന്നിലുണ്ട്. വൈഫ് ഹസ്ബൻഡിൽ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു വൈഫിനും ഡിപ്പെൻഡൻസി ഇല്ല. നീ പോയാലും എനിക്ക് വേറൊരാൾ കിട്ടും. ഓക്കെ, മക്കളും ഡിപ്പെൻഡൻ്റ് അല്ല. കാരണം മക്കൾക്കും അറിയാം അച്ഛൻ ഒറ്റ മോളേ ഉള്ളൂ, അച്ഛൻ്റെ കംപ്ലീറ്റ് സ്വത്ത് എനിക്കാ വരാൻ പോണത്, ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ ക്യാമ്പ് നടത്തുന്ന സമയത്ത് ഒരു 10-15 വയസ്സുള്ളൊരു പയ്യൻ എനിക്ക് ജീവിതത്തിൽ എന്താവണം എന്ന് ഞാൻ എഴുതാൻ പറയും. സാധാരണ എൻ്റെ ക്യാമ്പ് 10 ദിവസത്തെ ക്യാമ്പ് വരുമ്പോൾ അവരോട് എഴുതാൻ പറയും. അപ്പോൾ അവർ പറയും എനിക്ക് IIT എൻട്രൻസ് പാസ്സായിട്ട് IIT പഠിക്കണം, അത് കഴിഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയർ ആവണം, അത് കഴിഞ്ഞ് ഞാൻ ഒരു 29-30 വയസ്സാകുമ്പോഴത്തേക്കും ഞാൻ ജോലി രാജിവെച്ചിട്ട് സ്പോർട്സ് ബാർ തുടങ്ങും. ചോദിച്ചു, നീ എന്തിനോട് സ്പോർട്സ് ബാർ അപ്പം തുടങ്ങുന്നത്? ഇപ്പം തന്നെ അച്ഛൻ്റെ കാശില്ല. അല്ല, അപ്പത്തേക്ക് അച്ഛനും അമ്മയും ചത്തോളും, അവരുടെ കാശൊക്കെ എനിക്ക് കിട്ടും. ഇതാണ് കണക്കൂട്ടല്. അവന്റെ കണക്കൂട്ടിൽ വളരെ കറക്റ്റ്. അപ്പൊ താനും നീ IIT പഠിക്കുന്നത് അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം. ഞാൻ IIT പഠിക്കുക, എഞ്ചിനീയർ ആവുക, വർക്ക് ചെയ്യാന്നുള്ളതാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇഷ്ടം. അപ്പൊ അത് അങ്ങനെ കാത്തുനിന്ന് അല്ല, അതിന് മുമ്പ് ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കാശ് തരില്ല, അവർ വേറെ ആർക്കെങ്കിലും കാശ് കൊടുക്കും. എത്ര കാൽക്കുലേറ്റീവ് ആണ് നമ്മുടെ. പണ്ട് ഈ പ്രേമം എന്നൊക്കെ പറയുന്നത് കണ്ടവരെ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഫിസിക്കൽ, അവരുടെ ഫീലിങ്സ് ഒക്കെ നോക്കിയിട്ടാണ്. ഇപ്പൊ ലവ് ചെയ്യുന്നവരൊക്കെ ബാങ്ക് ബാലൻസ് നോക്കും, എത്ര കാശുണ്ട് അവരുടെ കയ്യിൽ, അവർക്ക് മന്ത്ലി ഇൻകം ഉണ്ടോ. ആരെങ്കിലും പാപ്പരാസി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പയ്യനോട് ചോദിച്ചു നോക്കാം, ഏതെങ്കിലും ഒരു പെണ്ണ് പാപ്പരാസി ആയിട്ടുള്ള ഒരാളുടെ പിന്നാലെ, അവൻ എത്ര സുമുഖനായാലും അവന്റെ പിന്നാലെ പോവില്ല. കാരണം അവർക്കറിയാം മിനിമം മോട്ടോർ ബൈക്ക് ഈ സ്റ്റാൻഡേർഡ് ഉള്ളതാവണം, മിനിമം കാർ ഇന്നതൊക്കെ ആവണം, വീട്ടിലൊക്കെ ഇന്ന് ഫെസിലിറ്റി വേണം. ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി അറിയാലോ, വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അവിടെ ഒരു കഴിഞ്ഞ 70 വർഷമായിട്ട് നടന്നൊരു റിസർച്ചാണ്. അവിടുന്ന് പാസ് ഔട്ടായി പോകുന്ന ആൾക്കാർ, അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരിൽ ഏറ്റവും സക്സസ് ആയിട്ടുള്ള ആൾക്കാരിൽ ഉണ്ടാവുന്ന കോമൺ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന്. അങ്ങനെ ഈ റിസർച്ച് ഇങ്ങനെ കൂടി അവർ അവസാനം കണ്ടെത്തിയത് ഗോളിനെ കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് ഒരു കറക്റ്റ് ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉള്ള ആൾക്കാരാണ് ലൈഫിൽ സക്സസ്ഫുൾ ആവുന്നതെന്നാണ് കണ്ടെത്തൽ. അപ്പോൾ കൂടുതലായിട്ട് സക്സസ്ഫുൾ ആവുന്നത്. ഈ നേരത്തെയൊക്കെ നമ്മളുടെ ഈ പറഞ്ഞ പോലെ പാരൻസാണ് നമ്മളുടെ ഗോള് തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴത്തെ തലമുറക്ക് ശരിക്കും പറഞ്ഞെങ്കിൽ, ഡോക്ടർ ഇപ്പോൾ എത്രമാത്രം പുതിയ ജനറേഷനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും പുതിയ ജനറേഷനോട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് നിന്റെ ഗോൾ, എന്താണ് നിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തത ഇല്ലാത്തതുപോലെ കാണാറുണ്ട്. എന്താണെന്നുള്ള അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല. ഞാൻ ഒരു 1 മില്യൺ സ്റ്റുഡൻസിനെ ഇപ്പോൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും എത്ര പേരെ കാണുന്നുണ്ട്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഇത് ചെയ്യുന്ന പറയുന്നത്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പോകാത്ത നല്ല സ്കൂളുകളൊന്നുമില്ല. ഇനി വല്ല സ്കൂളും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അവരുടെ ഒരു ഇൻവിറ്റേഷൻ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ടീച്ചേഴ്സിനും പാരൻസിനും സ്റ്റുഡൻസിനും, എൻ്റെ പേരെന്നെ TPS എന്നാണ്, ടീച്ചേഴ്സ് പാരൻസ് സ്റ്റുഡൻസ്. ഈ 3 ഗ്രൂപ്പും മില്യൺസോളം പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്, കുട്ടികളോട് ഇപ്പം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവണം എന്ന് സാധാരണ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു ഒരു മോഡലാണ്, നിങ്ങളുടെ ഗോൾ എന്താണ് എന്ന് സാധാരണ ചോദിക്കും. പക്ഷെ ഞാൻ അതിൽ കഴിഞ്ഞ 2-3 ഒരു ക്യാരക്ടറും കൂടി ഞാൻ അസസ് ചെയ്യാറുണ്ട്. അതിൽ ഗോൾ ചോദിക്കുന്ന സമയത്ത് പൊഡിയാട്രി പഠിക്കണം. പൊഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇല്ല, കേട്ടില്ല. ഞാനും കേട്ടിട്ടുണ്ടായിരുന്നില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കണേ. എനിക്ക് അത്ര വിവരമൊന്നുമില്ല. അപ്പോൾ പൊഡിയാട്രിക്സ് എന്താ മോനെ പൊഡിയാട്രിക്സ് എന്ന് ചോദിച്ചു. അറിയില്ല. നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ചീഫ് ഗസ്റ്റ് ആണ്, വർക്ക്ഷോപ്പ് നടത്താൻ പോകുന്നവരാണ്, കരിയർ ഗൈഡൻസ് കൊടുക്കാൻ പോകുന്നവരാണ്. എനിക്ക് പൊഡിയാട്രിക്സ് എന്താണെന്ന് അറിയില്ല എന്നൊന്നും അറിയില്ല. ഈ അത്ലറ്റിക്സ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് കാലിന് ഡാമേജ് വരുമ്പോൾ അത് ചികിത്സിക്കുന്ന ആളാണ്. അത്രയും ക്ലാരിറ്റി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യന് 10-12 കഴിഞ്ഞ് നീറ്റ് പരീക്ഷ എഴുതണം, MBBS ആവണം,
എത്ര വർഷം എന്നാലും ചോദിക്കൂ. 7 വർഷം കഴിഞ്ഞിട്ട് സ്പെഷ്യലൈസേഷന് പോകുന്നത് അടുത്ത 3 വർഷം. 10 വർഷം കഴിയുമ്പോൾ എനിക്ക് പൊഡിയാട്രിക്സ് ആവണം എന്ന് പറയുന്ന ആൾക്കാരുടെ സ്റ്റുഡൻസ് ആയിട്ടുണ്ട്. അങ്ങനെ കൃത്യനിഷ്ഠയോടുകൂടി റോൾ ഗോൾ വാല്യൂസ് 3 കാര്യം ഞാൻ എഴുതാറുള്ളത്. ഈ 3 കാര്യങ്ങളും ഞാൻ എടുക്കുന്ന വർക്ക്ഷോപ്പുകളിൽ കൃത്യതയോടുകൂടി എഴുതുന്ന എൻ്റെ ഒന്നും ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. മാക്സിമം ഒരു മാഷാവണമെന്ന് എനിക്കുണ്ടായിട്ടുള്ളൂ. വ്യക്തമായ ഗോൾ ഉണ്ടായിട്ടില്ല. അറിയില്ല, കാരണം നമ്മുടെ ലോകം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതാണ്. അതെ. ഒരു വില്ലേജിൽ ജീവിക്കുന്ന എനിക്ക് അന്ന് ഏറ്റവും നല്ല ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ മാഷായിരിക്കും. അത് പറ്റിയില്ലെങ്കിൽ കലണ്ടർ വെക്കുന്ന ഒരാളാവണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വെക്കുന്ന ഒരാളാവണം. സത്യമാണ് അത്. അതിനപ്പുറം ഒരു ലോകം എനിക്കുണ്ടായി, അല്ലെങ്കിൽ ഒരു കച്ചവടം നടത്തണം. കാരണം അതാണ് എൻ്റെ ലോകം. ഇന്നത്തെ കുട്ടികൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും സ്പെഷ്യലൈസേഷൻസ് ആണ്. ഇപ്പം ഞാൻ സ്പേസ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്ത് അസ്ട്രോണമി പഠിക്കണമെന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്കാർ. ഇപ്പം ഇന്നലെ ബാംഗ്ലൂർ എന്നൊരു കുട്ടി, കർണാടകയാണ്, കന്നഡികയാണ്, ബാംഗ്ലൂരാണ്, BBA കഴിഞ്ഞു. ഞാനിപ്പോൾ സ്റ്റാർബക്സിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇത് പോരാ, എനിക്ക് ഇന്ന സ്പെഷ്യലൈസേഷൻസ് ഒക്കെയാണ് വേണ്ടത്. ആ സ്പെഷ്യലൈസേഷൻസ് ആ കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഏത് സ്ഥലത്ത് കൃത്യമായിട്ട് പോകണം, ഇങ്ങനെ അറിയുന്ന ഒരു 25-30% ഉണ്ട്. 75% വളരെ തറയിൽ യാതൊന്നും വേണ്ട, എല്ലാവരും നീറ്റ് എഴുതും, എന്നിട്ട് നീറ്റായിട്ട് തോക്കും. അപ്പൊ അതുകൊണ്ട് ഇന്നലെ തന്നെ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ മിക്കവാറും എക്സാമുകളിൽ വളരെ ലോവർ മാർക്കാണ്. പക്ഷെ അവരും 1-2 ലക്ഷം റുപ്യ ഫീസ് കൊടുത്തിട്ടാണ് +1 +2 പഠിപ്പിക്കുന്നത്. ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റത്താണ്. എന്നിട്ടും ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ടാണ് ഈ കുട്ടി നീറ്റ് വേണം എന്നുള്ളത് കൊണ്ടാണ് പോകുന്നത്. നീറ്റ് 5 വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് പാസ്സാവാത്ത കുട്ടികളുണ്ട്. കാരണം ഗോൾ ഉണ്ട്, പക്ഷെ സ്കില്ലില്ല. സ്കില്ലില്ല. എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗോള് മാത്രമല്ല ഞാൻ ചോദിക്കാറ്. ഇപ്പൊ ഈ കന്നഡയിൽ പഠിക്കുന്ന കുട്ടിയോട് ഇന്നലെ സംസാരിച്ചപ്പോ എന്നോട് ആദ്യം തന്നെ ചോദിച്ചത്, മെസ്സേജ് കൃത്യമായിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിച്ചത് കന്നഡ സംസാരിക്കുമെന്നാണ്. നമ്മൾ സംസാരിക്കും, പക്ഷെ കോള് വന്ന സമയത്ത് എന്നെ വിളിച്ചു, അപ്പൊ തന്നെ വിളിച്ചോളാൻ പറഞ്ഞു. കോള് വന്ന സമയത്ത് ഞാൻ ഇംഗ്ലീഷിൽ മാത്രം സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, നിമ എഴുതല്ല കന്നഡ ബരത്തെ എന്താ, കന്നഡ വരുന്നു നിങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഇൻ കന്നഡ, ഐ വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. കാരണം സ്റ്റാർബക്സിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് അവിടെ അധിക കാലം നിൽക്കാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഐ വാണ്ട് യു ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. ആ ഒരു മോഹം ആ കുട്ടികളിൽ ഉണ്ടായാൽ മതി. ആ കുട്ടിക്ക് ആ റോള് മനസ്സിലായി, ഗോള് അത് കൃത്യമായിട്ട് വേണമെങ്കിൽ ആ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ പലർക്കും ഈ ഗോൾ ഇല്ലാത്തതുകൊണ്ടല്ല. എത്രയോ പേർക്ക്, ഞാനിപ്പോ എത്ര പേർക്ക് ഡോക്ടർ ആവണമെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു കോളേജിൽ സ്കൂളുകൾ, സാധാരണ സ്കൂളിൽ പോയാൽ എത്ര പേർക്ക് ഡോക്ടർ ആവണമെന്ന് ചോദിക്കുക, 60% ആൾക്കാരും കൈവക്കും. എന്റെ അടുത്ത ചോദ്യം, നിങ്ങൾ എത്ര പേർക്ക് രോഗിയാവണം? അപ്പൊ ആരും കൈവക്കില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടറായിട്ട് എന്തായാലും രോഗികളില്ലെങ്കിൽ നിങ്ങൾ 100% ആൾക്കാർ കൈവക്കും, എന്നാലല്ലേ ബാക്കിയുള്ളവർക്ക് ജോലി കിട്ടുള്ളൂ. നമ്പർ 1. നമ്പർ 2 ഞാൻ ചോദിക്കാറില്ല, നിങ്ങൾ എത്ര പേർക്ക് ടീച്ചർ ആവണം? ഈ ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ 60% ആൾക്കാരും കൈതാക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ശാപം, നിങ്ങൾ ഒരിക്കലും ഡോക്ടർ ആവാതിരിക്കട്ടെ. ഞാൻ അവരോട് പറയാറുള്ളത്, ഓരോ ഡോക്ടറും നല്ല ടീച്ചറാവണം. എൻ്റെ മുമ്പിൽ വരുന്ന പേഷ്യന്റിനോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള, അതാണ് പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ മാഷ് പണിയാന്നുള്ള ധാരണ വേണ്ട. അപ്പൊ എന്താണ് ഗോള് എന്ന് അറിയണമെങ്കിൽ ആ ഗോളിൽ എൻ്റെ റോൾ എന്താണെന്നും കൂടി കൃത്യമായിട്ട് അറിയണം. അത് പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ധാരണ അവർക്ക് ഗോളില്ല എന്നാണ്. അവർക്ക് ഗോൾ ഉണ്ട്, പക്ഷെ ആ റോൾ എന്താണെന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവില്ല. അവർ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ റോൾ? ഞാനിപ്പോൾ സയന്റിസ്റ്റ് ആയതുകൊണ്ട് പലപ്പോഴും പറയുക സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ പോകണം. എന്താ കാരണം? എനിക്ക് സ്പേസ് നല്ല ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു, മണ്ടന്മാരാ. സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും സ്പേസ് നോക്കുന്ന ആളല്ല. സ്പേസ് നോക്കുന്ന ആള് അസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റാണ്, അസ്ട്രോഫിസിക്സ് ഡിപ്പാർട്ട്മെന്റാണ്. ആകാശത്ത് നിന്ന് താഴത്തോട്ട് നോക്കി ഭൂമിയെ പഠിക്കുന്നവരാണ് സ്പേസ് സയന്റിസ്റ്റ്. അപ്പൊ എനിക്ക് ഭൂമിയെ കുറിച്ച് നന്നായിട്ട് അറിയാം, സ്പേസിനെ കുറിച്ച് അറിയുന്നതിനേക്കാളും കുറച്ചൊക്കെ അറിയണം, പക്ഷെ ഭൂമിയെ കുറിച്ചാണ് അറിയേണ്ടത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് റോള്? ഇപ്പൊ സിനിമ എന്ന് പറയുന്നതിൽ നമ്മൾ കാണുന്ന പോലീസ് ഓഫീസറുടെ ആണ്, സാധാരണ പോലീസ് ഓഫീസറാണ് പലരും ധരിച്ചിരുന്നത്. അതല്ലല്ലോ സാധാരണ പോലീസിന്റെ പണി. അപ്പൊ നമ്മുടെ ധാരണകളും പഠനങ്ങളും ലോകത്ത് നടക്കുന്നതും കൃത്യമായിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കാത്തതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം. അല്ലാതെ അവരുടെ പ്രശ്നമല്ല അത്. അപ്പൊ മക്കളിൽ വളരെ ഹോപ്പുള്ള ഒരാളാണ്. ആ ഹോപ്പില്ലെങ്കിൽ ഞാനിപ്പം അവരെ എന്തെടുത്ത് പോവില്ലല്ലോ. ഞാൻ സാധാരണ 3 വയസ്സുള്ള കുട്ടികൾ മുതൽ PhD ചെയ്യുന്നവരും അതുപോലെ ടീച്ചേഴ്സിനെയും യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരെയും മെന്റർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമുക്കറിയാം, ഏറ്റവും താഴെയുള്ള ആൾക്കാരിൽ മുതൽ ഓരോരാളുടെയും മനോഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടത് കൊടുക്കുന്നതാണ് മെന്ററുടെ ജോലി. അപ്പൊ അതാണ്, അങ്ങനെ ഒരു മെന്ററാണ് ഞാൻ. അപ്പൊ ഇത്രയും കാലം ഞാൻ ഇടപെട്ടിട്ടുള്ള
വ്യത്യസ്തമായ തുറകളിലുള്ള വ്യത്യസ്തമായ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നമ്മൾ സൈക്കോളജിക്കലിയും അവരുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിലും അവരുടെ സോഷ്യൽ സ്കിൽ ഡെവലപ്മെന്റിലും ഒക്കെ നമുക്ക് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് എന്ത് ചെയ്താലാണ് ജോലി കിട്ടുക, ഇത് പഠിച്ചാലേ പറ്റുള്ളൂ. എൻ്റെ മിക്കവാറും എഞ്ചിനീയറിംഗ് അഡ്മിഷൻസ് വരുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന കൗൺസിലിംഗ് മിക്കവാറും റെക്കോർഡ് ചെയ്തിട്ട് ഒരു സാമ്പിളെങ്കിലും ഒരു 100 പേർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഡിസ്കഷൻ ആണെങ്കിൽ അതിൽ 1-2 ഞാൻ യൂട്യൂബിൽ ഇടാറുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡോക്ടർ TPS, കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡോക്ടർ TPS, മൈക്രോബയോളജി, ഓരോ സബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾ ഇത് പഠിച്ചാൽ എന്താവും, പഠിക്കാൻ എന്താണ് ഗുണം, ഇത് കൃത്യമായിട്ട് അറിയുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഈ കമന്റുകളിലൊക്കെ നമുക്ക് താഴത്ത് കാണുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള, നമ്മൾ ഏത് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാലും താഴത്തെ നെഗറ്റീവ് കമന്റ്സ് അല്ലാണ്ട് പോസിറ്റീവ് കാണാറില്ല. അപ്പൊ അത് സാധാരണഗതിയിലുള്ള ഒരു അവസ്ഥ അതാണെന്നുള്ളതുകൊണ്ടാണ്. ഡോക്ടറെ, ഈ ഗോള് സ്കില്ല്, ഈ അടുത്ത് ഞാൻ കേട്ടൊരു കാര്യമാണ്, പണ്ടൊക്കെ നമ്മൾ പറയാ സ്ട്രെങ്ത് ഉള്ളവരാണ് സർവൈവ് ചെയ്യാൻ, ഇപ്പോൾ പറയുന്നത് ഫോക്കസ് ഉള്ള ആൾക്കാരാണ് സർവൈവ് ചെയ്യുക. അങ്ങനെ ഒരു മാറ്റമാണ് ഇപ്പോഴത്തെ പുതിയ കാലഘട്ടം. അങ്ങനെയാണ്, ഫോക്കസ് കൂടുന്നതനുസരിച്ച് നമ്മുടെ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആവും. അപ്പോൾ ഗോളും സ്കില്ലിനേക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഫോക്കസ് പോകാനായിട്ട്, അതായത് ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് ഒരു 1000 കാര്യങ്ങളുള്ള ലോകത്താണ് പുതിയ ജനറേഷൻ ജീവിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡിസ്ട്രാക്ഷൻസിൽ നിന്ന്, ഇപ്പോൾ നമ്മൾ തന്നെ മഹാഭാരതത്തിൽ പറയുന്നുണ്ടല്ലോ, അർജുനൻ സക്സസ് ആയത് അർജുനൻ ആ കിളിയുടെ കണ്ണ് മാത്രമേ കണ്ടുള്ളൂ. അർജുനൻ മരം കണ്ടില്ല, കിളിയെ പോലും കണ്ടില്ല, മലകൾ കണ്ടില്ല, ഒന്നും കണ്ടില്ല. അർജുനൻ കണ്ടത് ആകെ ആ കിളിയുടെ കണ്ണ് മാത്രമാണ്. അപ്പോൾ അർജുനൻ അങ്ങനെയാണ് ലക്ഷ്യത്തിലെത്തിയത്. അപ്പോൾ നമുക്കും ലക്ഷ്യത്തിലെത്താനായിട്ട് മറ്റെല്ലാം ഡിസ്ട്രാക്ഷൻസും മാറ്റി ഒരൊറ്റ ഗോളിലേക്ക് പുതിയ ജനറേഷനെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഡോക്ടർ ഈ ഒരു വലിയ നിലയിൽ എത്തി ജീവിതം എങ്ങനെ വിജയിക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഒരു എക്സ്പീരിയൻസിൻ്റെ പുറത്ത് കഴിയുന്നത്ര ഡിസ്ട്രാക്ഷൻസ് മാറ്റി വെച്ചിട്ട് ഒരു ഫോക്കസിലേക്ക് കൊണ്ടുവരാനായിട്ട് പുതിയ ജനറേഷനുള്ള അഡ്വൈസ് എന്താ? എൻ്റെ അടുത്ത് പലരും വന്നിട്ട് സാധാരണ സ്കൂളുകളിലും കോളേജുകളിലും ആരോട് ജനങ്ങളോട് ചോദിച്ചാലും എനിക്ക് കോൺസെൻട്രേഷൻ ഇല്ല, അറ്റൻഷൻ പവർ കുറവാണ് എന്നൊക്കെയാണ് പറയാം. അത് അവരുടെ കുഴപ്പമല്ല. ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി വർക്ക് ചെയ്യേണ്ടതാണ് അർത്ഥം. ബുദ്ധി വർക്ക് ചെയ്യാത്ത ഒരാൾക്ക് ഒറ്റ കാര്യത്തിലല്ലേ ചിന്തിക്കാൻ പറ്റും. അപ്പോൾ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് നടക്കുമ്പോൾ ഞാൻ അതും ചിന്തിക്കുന്നു. ഇപ്പം എൻ്റെ മുന്നിലേക്ക് കൂടി പോകുന്നൊരു ഇപ്പോൾ പോയ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ശ്രദ്ധ അവിടെയും പോകുന്നുണ്ട്. അപ്പം ഞാൻ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ്. ഇന്നത്തെ തലമുറയിൽ പല കുട്ടികളും അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്തൊരു കാലത്താണ് നമ്മൾ പറയുക നമ്മൾ വളരെ ഫോക്കസ്ഡ് ആണ്. ഫോക്കസ്ഡ് ആവുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഫോക്കസ്ഡ് ആവുന്നതോടൊപ്പം തന്നെ എനിക്ക് പലതും പഠിക്കാനും പറയും. പണ്ട് ഒരു പ്രോവർബ് ഉണ്ട്, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നാണ് പറയാറ്. നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നിൽ മാസ്റ്ററി ആവാൻ പറ്റില്ല എന്നാണ് പറയാറ്. പഴയ പഴഞ്ചൊല്ലൊക്കെ പഴഞ്ചൊല്ല് തന്നെയാണ്, അത് പുതിയ ചൊല്ലല്ല. ഞാനത് തിരുത്തി എഴുതിയത് എങ്ങനെ വെച്ചാൽ മാസ്റ്റർ ഓഫ് വൺ ക്യാൻ ബി എ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ നല്ല പ്രാവീണ്യം നേടിയിട്ടുള്ള ആളായാലും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കുട്ടികളൊക്കെ പണ്ടത്തെ തലമുറയെക്കാളും ബ്രൈറ്റും ബ്രില്യൻറ്റും എക്സ്ട്രാ ഓർഡിനറിലി മൾട്ടി ടാസ്കിങ് എബിലിറ്റി ഉള്ളവരാണ്. ഈ മൾട്ടി ടാസ്കിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിൽ എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും, ഒരു ചെവിയിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും, മറ്റേ ചെവിയിൽ അമ്മ പറയുന്ന വഴക്ക് കേൾക്കാൻ പറ്റും, അതേ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റും, TV കാണാൻ പറ്റും, പുസ്തകം വായിക്കാനും പറ്റും. ഇങ്ങനെ ചെയ്യുന്ന ജനറേഷന് നമ്മളായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാ നീ ഈ കാര്യം ചെയ്യാൻ പറ്റും, മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലപോലെ ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരാൾ, ഞാൻ ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരാളെന്ന് വിചാരിക്കുക, ആരും സംസാരിക്കരുത് കേട്ടോ, ഞാൻ ഡ്രൈവ് പറയില്ല. കുറച്ച് കഴിഞ്ഞ് നല്ല ഡ്രൈവറായി എന്ത് ചെയ്യും? ഇതെല്ലാം ചെയ്യും. ഞാൻ ഈ സ്റ്റിയറിംഗിന്റെ മുകളിൽ തവല അടിച്ചുകൊണ്ടും ഡ്രൈവ് ചെയ്യും. ആണോ അല്ലയോ? അപ്പൊ എൻ്റെ ഇന്നബിലിറ്റിയാണ്, എൻ്റെ സ്കില്ലില്ലായ്മയാണ് ഇതിനൊക്കെ കാരണം. ഇനി ഫോക്കസ് ചെയ്യാൻ കഴിവില്ല എന്ന് പറയുന്ന കുട്ടികളോട് ഞാൻ സാധാരണ ചോദിക്കാറുള്ളത്, സിനിമ കാണാറുണ്ടോ? ഏതെങ്കിലും സ്പീഡിൽ നമ്മൾ പോകുന്ന ബസ്സിൽ ഏതെങ്കിലും ഒരു പോസ്റ്ററിൽ ഒരു പിക്ചർ കണ്ടാൽ അത് കണ്ട സിനിമയാണെങ്കിൽ അതിന്റെ മുമ്പുള്ള സീൻ, കഴിഞ്ഞുള്ള സീൻ, ആ സമയത്ത് പറയുന്ന ഡയലോഗ്, അപ്പോൾ ഉണ്ടായിരുന്ന പാട്ട്, അവരിട്ടിരിക്കുന്ന ഡ്രസ്സുകൾ ഒക്കെ പറയാൻ പറ്റും. അപ്പോൾ ഒരു പടത്തിൽ അങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ഫ്രെയിംസ് ആണ് നമ്മൾ കാണുന്നത് അറിയാം? 120 ഫ്രെയിംസ് പെർ സെക്കൻഡ് മൾട്ടിപ്ലൈഡ് ബൈ 60 മൾട്ടിപ്ലൈഡ് ബൈ 1.5-2 hours നോക്കുന്ന അത്രയും ഫ്രെയിം കാണുന്ന നമ്മൾക്ക് ലക്ഷക്കണക്കിന് ഫ്രെയിമാണ്. എങ്ങനെ ഇത് കൃത്യമായിട്ട് ഓർക്കണേ? സിനിമാ തിയേറ്ററിൽ ആരെങ്കിലും പറയാറുണ്ടോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല, പറഞ്ഞത് മനസ്സിലായില്ല? അവിടെ ഒരു കാര്യം, ഫോക്കസും ഇൻട്രസ്റ്റും തമ്മിലൊരു അല്ല സാറേ, പാഷൻ ഓക്കെ, ഫോക്കസും ഇൻട്രസ്റ്റും തമ്മിൽ നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിലേക്ക് നമുക്കിപ്പോൾ ഒരു കുട്ടീനോട് മോനെ ചോക്ലേറ്റിലേക്ക് ശ്രദ്ധിക്കൂ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. താല്പര്യമുള്ള ഒരു കാര്യത്തില് അതാ ഞാൻ പറഞ്ഞു, താല്പര്യം ഉണ്ടാക്കിയെടുക്കലാണ് ടീച്ചേഴ്സിന്റെ പണി. പക്ഷെ അങ്ങനെ താല്പര്യം ജനിപ്പിക്കാൻ പറ്റുമോ? പറ്റും.
ഞാനിപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ഞാൻ എല്ലാ കുട്ടികളോടും പറയാറുള്ളത്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൽ ഏത് ചാപ്റ്ററാണ് ഇഷ്ടമല്ലാത്തത്, എൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ ഇരിക്കുക. ഐ വിൽ മേക്ക് യു ടു ലവ് ദറ്റ് സബ്ജക്ട് എന്ന്. ഇതുവരെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട്. നിങ്ങൾക്ക് ഏത് വിഷയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലും പഠിപ്പിക്കുന്നതാണ് എൻ്റെ മേജർ. ഞാൻ സാധാരണ മാഷാണ്. അപ്പോൾ 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സോ ഉള്ള കുട്ടികൾക്കുള്ള സാധാരണ ചില അത് ബാച്ചിലേഴ്സ് ആയാലും ഗ്രാജുവേഷൻ ആയാലും M.Tech B.Tech മിക്കവാറും സബ്ജക്റ്റുകളിൽ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികളോട് അത് സബ്ജക്റ്റിന്റെ കാര്യമല്ലേ സാർ? അത് സബ്ജക്റ്റിന്റെ കാര്യമല്ല. പലതും നമുക്ക് സിനിമയായാലും സിമ്പിൾ ആയിട്ട് ഇപ്പൊ എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമല്ല, ഞാനൊരു ടീനേജറാണ്, ആ കുട്ടിയെ ഇഷ്ടപ്പെടുത്തി എടുക്കാൻ പറ്റുമോ? വളരെ എളുപ്പമാണ്. അതൊക്കെ നമ്മളെ അവരുടെ നന്മയെ കാണാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു കഴിവാണ്. എല്ലാത്തിലും നമുക്ക്, ഞാനിപ്പോൾ പറയാം, എൻ്റെ വീട്ടിന്റെ തൊട്ട് മുന്നിലിരിക്കുന്ന വീട്ടിൽ നല്ലൊരു ചെടിയുണ്ട്. നേരത്തെ ബോണ്ടേജും അറ്റാച്ച്മെന്റും ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ സാധാരണ പറയാറുള്ള കഥയാണ്. എന്ത് നല്ല ഭംഗിയുള്ള ചെടിയാണെന്നാണ് നമ്മൾ പറയാം, ആണോ അല്ലയോ? അതെ, അങ്ങനെ പറയാം. അടുത്ത വീട്ടുകാരൻ വെള്ളമൊഴിച്ച് വളർത്തി നേരെ മുന്നിൽ എൻ്റെ ഗേറ്റ് തുറന്നാൽ ആദ്യം കാണുന്ന അയാളുടെ ചെടിയാണ്. അതെനിക്ക് എൻജോയ് ചെയ്തൂടെ? തീർച്ചയായും. പക്ഷെ മനുഷ്യന്മാരുടെ കഥ എന്താ വെച്ചാൽ, അത് എൻ്റെ ഗാർഡനിൽ വേണമെന്ന് വിചാരിച്ച് കക്കാൻ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്, അല്ലേ? എനിക്ക് ഐശ്വര്യ ഇതേപോലെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിർത്തിയിട്ട് സ്റ്റിൽ ഐ ക്യാൻ ലവ് ഐശ്വര്യ. പക്ഷെ എൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അതാണ് നേരത്തെ പറഞ്ഞ ബോണ്ടേജിലേക്ക് മാറുന്നത്. ആ ബോണ്ടേജിലേക്ക് മാറുമ്പോഴാണ് ഈ ഹേറ്റും ഹേറ്റ്രഡും ഒക്കെ വരുന്നത്. അതല്ലെങ്കിൽ ഇഫ് ഐ സീ യു ആസ് യു ആർ, ഐ സീ യു ആസ് യു ആർ, ഐ ആം നോട്ട് ബോണ്ടേജ് വിത്ത് യു, ദെൻ യു ബി യുവർ സെൽഫ്. അവിടെ ഇരിക്കുമ്പോഴും എനിക്ക് ആ ചെടിയെ കാണാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല. എനിക്ക് എന്തിനാ എൻ്റേതാണെന്നുള്ള ധാരണ വരേണ്ട കാര്യം? ഇതൊക്കെ ഭഗവാന്റേതാണെന്നുള്ള ധാരണയിൽ വരുമ്പോഴാണ് എല്ലാത്തിലും ഭംഗി കാണാനും. ഇത് പഠിപ്പിക്കാൻ പറ്റില്ല, പിന്നെ നമ്മളെന്തിനാ ഭഗവത്ഗീത പഠിപ്പിക്കണേ? ബാക്കിയുള്ളവരിലും സന്തോഷം കാണുക. ഇതെല്ലാം നമ്മുടേതല്ല. ഇതൊന്നിലും എനിക്ക് യാതൊരു കർത്തൃത്വകാംക്ഷയുമില്ല. കർത്തൃത്വകാംക്ഷ എനിക്കില്ലേ ഇല്ല. നിങ്ങൾ ചെയ്യുന്ന പണി നിങ്ങൾ ചെയ്യണു, ഞാൻ ചെയ്യുന്ന പണി ഞാൻ ചെയ്യണു. ഇവരെയൊക്കെ ഒന്ന് ആസ്വദിക്കുക. നമ്മൾ ഇത്രയും കാലല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ പറയാറുള്ളതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഞാൻ ഇട്ടിരിക്കുന്ന ഭഗവത്ഗീത ശ്ലോകത്തിൽ പറയും, ജനിക്കുമ്പോൾ അച്ഛനും അമ്മയും എൻ്റെ യമരാജന് സംഭാവന ചെയ്തിരിക്കുകയാണ്. യമധർമ്മൻ എന്നെ കുറച്ചു കാലത്തേക്ക് ഇവിടെ ഇങ്ങനെ കളിക്കാൻ വിട്ടിരിക്കുകയാണ്. ഈ അറക്കാൻ പോകുന്ന പോത്തിനെയൊക്കെ കാണുന്ന പോലെയാണ് എന്നെയൊക്കെ ഞാൻ കാണാന്ന് പറയാം. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ കളിച്ച് നടന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാൾ അങ്ങോട്ട് കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക എന്നല്ലാതെ അതിനപ്പുറം യാതൊരു പണിയും ഞാൻ ചെയ്യുന്നില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചാവാൻ പോകുന്നവരാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ലിവ് ലൈക്ക് എ പേഴ്സൺ ആസ് ഇഫ് യു ആർ ഗോയിങ് ടു ഡൈ നെക്സ്റ്റ് മൊമെന്റ്. യു കനോട്ട് ഹേറ്റ് എനിബഡി, ബട്ട് ലേൺ ലൈക്ക് എ പേഴ്സൺ ആസ് ഇഫ് യു ആർ ഗോയിങ് ടു ലിവ് ഇൻ ദിസ് വേൾഡ് ഫോർ ലോങ്ങർ ടൈം. ജീവിക്കുമ്പോൾ കുറേ കാലം ജീവിക്കുന്ന ഒരാളെന്നുള്ള ബോധത്തോടു കൂടി പഠിക്കുകയും അടുത്ത നിമിഷം മരിക്കാൻ പോകുന്ന ഒരാളെന്നുള്ള ബോധത്തോടു കൂടി ബാക്കിയുള്ളവരോട് ഇടപെടുകയും ചെയ്താൽ ജീവിതം വളരെ സമ്പന്നമായി. വെറുതെ പറയല്ല, അതാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്.